तुम पे मरते हैं क्यों, हम नहीं जानते ऐसा करते हैं क्यों, हम नहीं जानते। बंद गलियों से छुप छुप कर हम गुजरने लगे, सारी दुनिया से रह के हम तो डरने लगे। അപ്പോൾ ഇന്നലെ നമ്മൾ എന്തായിരുന്നു ഒരുത്തി നിർത്തിയത്? എടാ ഇന്ന് ഞാൻ വൈകുന്നേരം കളിക്കാനുണ്ടാവില്ല കേട്ടാ. ആടാ ഞാനും ഉണ്ടാവില്ല. അപ്പോൾ ശരിയെന്നാ ഞാൻ പോകുന്നു. അച്ഛനവിടെ വെയിറ്റ് ചെയ്ത് ഇപ്പം ഉണ്ടാവും. ശരി, നാളെ കാണാം. എല്ലാടി ഏഞ്ചൽ, നീ എപ്പോഴാ നിന്റെ വീട്ടിലേക്ക് പോവാ? അമ്മ വന്നില്ലേ ഇത്രയും നാളായിട്ട്? നിനക്കെന്താ പ്രിയവളെ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞോട് ഇത്രക്കും തീർത്തി? ചുമ്മാ ചോദിച്ചതാ. ഇപ്പൊ കൊറേ ആയില്ലേ ഇവിടെ നിന്റെ വീട്ടിൽ നിൽക്കുന്നത്. ചിലപ്പോ മറ്റന്നാളെ പോടി, അമ്മ വന്നെന്ന് പറഞ്ഞായിരുന്നു ഐസമ്മ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ മറ്റന്നാളായോ അല്ലെ നാളെ പോവും. ഓ പാവം കുക്കി. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ, നാളെ കാണാം. ഡാ പിന്നെ എൻ്റെ നോട്ട് നീ തന്നേക്കണോട്ടാ, കോഴിക്കുഞ്ഞെ. എന്തായി? നിനക്കൊരു മോളുണ്ട്, അവളെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട്. എന്താന്ന് വെച്ചാൽ വേഗം ചെയ്യാൻ നോക്കത്, അല്ലെങ്കിൽ പിന്നെ ബാധിക്കുന്നത് നിനക്കായിരിക്കും. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ശരിക്കും നിങ്ങൾക്ക് അവളെ കിട്ടിയിട്ട് എന്ത് ചെയ്യാം? എന്തു പറ്റി? മനസ്സുമെല്ലാം മാറി തുടങ്ങുന്നുണ്ടോ? എന്തേ, നിന്റെ മോളായതുകൊണ്ടാണോ? എനിക്കോ? അവൾ അമ്മേനോട് സ്നേഹമില്ല, പിന്നെയാണ് അവളോട്. എന്നാലും നിങ്ങൾക്കെന്തിനാ അവളിങ്ങനെ ഇത്ര പെട്ടെന്ന് വേണമെന്നൊക്കെ പറയണം? നീ ഇവിടെ എന്താ ചെയ്തത്? പല പെൺപിള്ളേരെ പ്രേമിച്ചും പറ്റിച്ചും ജീവിക്കുന്നു. ചിലപ്പോൾ നിന്റെ സുഖങ്ങൾക്ക് വേണ്ടി, ചിലപ്പോൾ പൈസക്ക് വേണ്ടി. അതുപോലെ തന്നെയാണ് നിന്റെ മോളെ കൊണ്ടുള്ള ഉപകാരവും. ചുരുക്കത്തിൽ പറഞ്ഞ് ചിലർക്ക് കിട്ടാനുള്ള സുഖങ്ങളും നമ്മുടെയൊക്കെ കൈ വന്നു ചേരാനുള്ള പൈസയും. അമ്മ രാവിലെ ഏഞ്ചലിൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ എന്താ അത് എന്നോട് പറയാണ്ടിരുന്നത്? നീ സ്കൂളെല്ലാം വിട്ട് കഴിഞ്ഞ് വന്നിട്ട് പറയാമെന്ന് വിചാരിച്ച്. എന്താ ഇപ്പൊ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, അമ്മക്കമ്മ പറയായിരുന്നു രാവിലെ എന്നോട്. ഐസമ്മ അമ്മ ഇപ്പൊ വരുമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു നിന്നെ നാളെ ഒരു ദിവസം കൂടി ഇവിടെ നിർത്തിക്കോട്ടെന്ന്. നിന്റെ അമ്മക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് നിന്നെ നാളെ വിളിച്ചുകൊണ്ട് പോകാൻ നിന്റെ ചേട്ടനെ വിടാന്നാ പറഞ്ഞത്. അപ്പോൾ ഏഞ്ചൽ നാളെ പോവും? എന്തായാലും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ കൊണ്ടുപോകുള്ളൂ ഞാൻ. സത്യം പറഞ്ഞ ഏഞ്ചൽ മോളെ പറഞ്ഞോടെ എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ എന്താ, നിന്റെ അമ്മക്ക് നിന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ല എന്നാണല്ലോ പറയുന്നത്. എന്തായാലും അടുക്കൊക്കെ വന്ന് നിൽക്കണം പോയാലും കേട്ടോ. ഏഞ്ചൽ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറടി. അവൾ എപ്പോഴാണ് അമ്മ കൂട്ടിക്കൊണ്ടുവരണത്? ഇന്ന് കൊണ്ടുവരാമെന്ന് വെച്ചതാ, പക്ഷേ ഐസ സമ്മതിക്കുന്നില്ല. ഇന്നൊരു ദിവസം കൂടി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നീ നാളെ വൈകുന്നേരം സ്കൂൾ വിട്ടതിന് അവൾ വരുമ്പോൾ വിളിച്ചുകൊണ്ട് പോവാ ഇങ്ങോട്ട്. അമ്മ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഐസ എൻ്റെ കൂടെ എല്ലാം തുറന്നു പറഞ്ഞല്ലോ. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം. അത് വേണ്ട, നമ്മുടെ പ്രശ്നങ്ങളിൽ എന്തിനാ? അവളെയും കൂടി അവൾ ഒരുപാട് അനുഭവിച്ചതാ. എല്ലാം വലിച്ചെടുക്കുന്നല്ല ഞാൻ പറയുന്നത്. എന്തായാലും ഐസ എൻ്റെ കൊണ്ട് ഒന്ന് പറഞ്ഞു വെച്ചേക്ക്. നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടായാൽ അത് നല്ലതല്ലേ? എന്തായാലും നീ പറഞ്ഞ സ്ഥിതിക്ക് അവളോട് സംസാരിച്ച് നോക്കാം. എൻ്റെ ജീവിതം നശിക്കുന്ന പോലെ എൻ്റെ മോളെ ജീവിതം എന്തായാലും ഞാൻ നശിപ്പിക്കാൻ അനുവദിക്കില്ല. അതുപോലെ അമ്മ ഏഞ്ചലിനോടും എല്ലാം പറയണം.
അവൾക്കിപ്പോൾ അത്യാവശ്യമെല്ലാം മനസ്സിലാക്കാനുള്ള പക്വതയൊക്കെ ആയി. അതിനുള്ള ശരിയായ സമയം വരട്ടെ, അപ്പോൾ പറയാം അവളുടെ അച്ഛൻ എങ്ങനെയാണ്, ആരാണെന്നുള്ളതൊക്കെ. അകത്തേക്ക് വരാവോ? ആ സുഖേട്ടനോ? എന്ത് കുറേ ദിവസം ആയാലും വീട്ടിലൊക്കെ കണ്ടിട്ട്? അവനായിട്ട് വരാറൊന്നും ഇല്ലല്ലോ ഇപ്പം. ഞങ്ങൾ തന്നെ എപ്പോഴും അങ്ങോട്ടേക്ക് വരണമെന്നില്ലല്ലോ. നിനക്ക് നിന്റെ പിള്ളേരായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്കും വരാം. അവരേക്കായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടുത്തെ ജോലി ചെയ്യണ്ടേ? ഓ പിന്നെ ആർക്കും ഇല്ലാത്ത പോലെയല്ല. ഇനി ഐസ് ഇതിനേക്കും നിന്നെ ഡിവോഴ്സ് ചെയ്ത് പോകുന്നത്. വെള്ളതൊക്കെ കാണാം. ഇപ്പം എൻ്റെ ജീവിതം വളരെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കണം. ഇനി അതിലൊന്നും ഉണ്ടല്ലേ? അല്ല, എന്താ വരവിൻ്റെ ഉദ്ദേശം? ഹോബി അടുത്ത മാസം വരുന്നുണ്ടെന്ന് പറഞ്ഞു സനേനായിട്ട്. അപ്പോൾ നിന്റെ വീട്ടിലേക്ക് ആദ്യം വന്നെന്ന് പറഞ്ഞത്. ഞങ്ങളോടൊക്കെ അവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ആണോ? എന്നോട് ഇതുവരെയൊന്നും വിളിച്ച് പറഞ്ഞില്ല ഹോബി. ചിലപ്പോൾ വിളിക്കുമായിരിക്കും. പിന്നെ ഞാൻ നിന്നോട് വേറൊരു കാര്യം കൂടി പറയാനാണ് വന്നത്. ഈ വരുന്ന ശനിയാഴ്ച എൻ്റെ പുത്രൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരായിട്ട് നീ അങ്ങോട്ടേക്ക് വന്നേക്ക്. അതുകൊള്ളല്ല. ഞങ്ങൾ എന്തായാലും ശനിയാഴ്ച വരാം. എൻ്റെ ജോലി കുട്ടിക്ക് ഇങ്ങനെ ഒരു പറയാൻ നോക്കാം ഞാനും കൂടെ. നിന്നെ അവിടെ കണ്ടിരിക്കണം. ശരി, ഞാനും വന്നിരിക്കും അവരുടെ കൂട്ടത്തിൽ. ഓക്കെ. എന്താ കുക്കി, കുറെ നേരമായിട്ട് നീ ആലോചിക്കുന്നത്? ശരിക്കും നിങ്ങൾ നാളെ കൊണ്ടുപോകുന്നതിൻ്റെ അമ്മ വരുമോ? അറിയില്ല. നീ എന്തിനാ ആലോചിച്ചിരിക്കുന്നത്? ഞാൻ എപ്പോഴായാലും പോകേണ്ടതല്ലേ ഇവിടുന്ന്. നിനക്ക് വിഷമല്ലേ എന്നെ വിട്ടു പോകുന്നതായിട്ട്? കുക്കി, നീ എന്താ വലിയ ആൾക്കാർ സംസാരിക്കുന്ന പോലെ? നമ്മ എപ്പോഴും ക്ലാസ്സിൽ വെച്ച് കാണില്ലേ? അത് പോരാഞ്ഞിട്ട് ഐസമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്നെ കാണാൻ തോന്നുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാം, നിനക്ക് അങ്ങോട്ടും വരാം. പിന്നെന്താ പ്രശ്നം? അയ്യേ, നീ എന്താ കരയുവാണോ? ആമ്പിള്ളേരിങ്ങനെ കരയണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. അത് പിന്നെ ഇത്ര ദിവസം നീ എന്തായിട്ട് പെട്ടെന്ന് പോകാൻ പറയുമ്പോൾ ആൾക്കാർ വിഷമമുണ്ടാവും. എന്നിട്ട് എനിക്ക് വിഷമമൊന്നുമില്ലല്ലോ. അത് നിനക്ക് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും. ഓ, എന്നൊരു കാര്യം ചെയ്യും, നീ അവിടെ മൂടൊക്കെ ഇരുന്നു. എന്നോട് സംസാരിക്കാൻ വരണ്ട, ഇഷ്ടമില്ലാന്നല്ലേ പറഞ്ഞത്? ഏഞ്ചൽ, മിണ്ടാണ്ടിരിക്കണ്ട. ഞാൻ കുറച്ചതൊക്കെ നിർത്തി. മിണ്ടാണ്ടിരിക്കില്ല നീ. അങ്ങനെ വഴിക്കുവാ. നീ ഭയങ്കര പാവമുള്ള കുക്കി. അതാ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം. നീ ആരാന്നാടി നിന്റെ വിചാരം? ഐശ്വര്യറായ എന്നോട് നീക്കുന്നല്ലേ കാലുമുട്ടി ചവിട്ടുന്നത് ഞാൻ. താനൊന്ന് ചവിട്ടി നോക്ക്, അപ്പറിയും താൻ വിവരം. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കുപ്പി തൊടുപടി. എന്റെ കുട്ടീനെ നീ തൊട്ട് കളിച്ചോ, പക്ഷെ എന്റെ കുപ്പീനെ തൊട്ട് കളിച്ചോ അതെങ്കിൽ ഞാൻ സഹിക്കത്തില്ലടി. കാലമടത്തി താൻ എന്നെ കാലം എടുത്ത് വിളിച്ചില്ലോട് പാന്നക്കളവോ. രണ്ടും കൂടി ഇനി എത്തുക കുറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ പഠിപ്പിക്കുകയില്ല. എടാ മോനെ, എന്റെ കുപ്പി നിന്റെ ഈ കുട്ടി പിശാശ് തള്ളെടുത്ത് കളഞ്ഞടാ. കളയും, ഇനി ഞാൻ കളയും. ഈ പെരക്കകത്ത് താൻ ഇനി കുപ്പി കൊണ്ടുവന്നാ കളയില്ല, തൻ്റെ തലക്കിട്ട് പൊട്ടിക്കഞ്ഞ്. കണ്ടട മോനെ, നിന്റെ ഈ പാവച്ചന ഒരു ഇച്ചിരി കുടിക്കണില്ല. നിന്റെ ഈ ടാഗിന് തള്ള പറയണത്. താൻ കുറെ നേരമായിട്ടാ. ഞാനൊരു കാര്യം പറയാം, ഇത് ഇനിയും തുടരാനാണ് അച്ഛൻ്റെ അമ്മേൻ്റെ ഭാവമില്ല. ഞാൻ മുത്തശ്ശേരി പറ്റിപ്പോയി നിൽക്കും. പിന്നെ രണ്ടും കൂടി തല്ലേ ചാവ് എന്താണെന്ന് വെച്ച് ചെയ്തോ. ഈ മകനായി ഞാനത് തിരിഞ്ഞു നോക്കൂല. പറഞ്ഞില്ലെന്നാണ് രണ്ടെണ്ണത്തിനോട്. സമാധാനമായാലും അവൻ്റെ വയലും കൂടി ഇരിക്കണ കേട്ടപ്പോൾ ഇനിയെങ്കിലും ഒന്ന് നന്നാവും മനുഷ്യ. പിള്ളേരെന്നായിട്ട് ബുദ്ധിമുട്ടിക്കണം തോന്നുന്നു.
ഏഞ്ചൽ മോള് ഇന്നും കൂടി ഉള്ളല്ലോ ഇവിടെ? ഐസ എന്നോട് പറഞ്ഞായിരുന്നു. ആ അച്ഛാ, അമ്മയും ചേട്ടനും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചേട്ടൻ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വിളിക്കാൻ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോവാം. ഡേ, പോയാൽ ഞങ്ങൾ മറക്കുകയും ചെയ്യരുത്. ഏഞ്ചലിന് എപ്പോൾ വേണേലും ഇങ്ങോട്ടേക്ക് വരാം. മനസ്സിലായോ പറഞ്ഞത് വെച്ച്? ആ അച്ഛാ, പിന്നെ നിങ്ങളെ രണ്ടുപേരും ഞാൻ മറക്കത്തില്ല. കുഞ്ഞുനെ ഇനി 2 ആഴ്ച സ്വന്തം മോളെ പോലെയല്ലേ നിങ്ങൾ നോക്കിയത്? നീ ഞങ്ങൾക്ക് മോള് തന്നെയാ. എനിക്കാണെങ്കിൽ നിന്നെ തീരെ വിടാൻ താല്പര്യമില്ല. പിന്നെ നിന്റെ അമ്മ അവിടെ നിന്നെ കാത്തിരിക്കുമല്ലേ. എന്തായാലും ഏഞ്ചൽ മോൾക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഈ അച്ഛനെ വിളിച്ചോണം. എപ്പോഴായാലും ഈ അച്ഛൻ പറഞ്ഞെത്തും മോളുടെ അടുത്ത്. മനസ്സിലായോ? നമ്പർ കയ്യിലുണ്ടല്ലോ. ഉണ്ടച്ച. എന്താടാ കുട്ടി, നിന്റെ മൂത്തൊരു വിഷമം? കൂട്ടുകാരത്തി പോകുന്നതാണോ? ഇത്ര ദിവസം കൂട്ടുകാരത്തി അടുത്തുണ്ടായല്ലോ. അപ്പം ഇന്ന് പോവാന്ന് പറഞ്ഞപ്പോൾ ചെക്ക ഇന്നലെ തൊട്ട് വിഷമത്തില്ല. ക്ലാസ്സിൽ വെച്ചപ്പോഴും കാണാലോടോളാ, നിന്റെ ക്ലാസ്സിൽ തന്നെ അല്ലേ? പിന്നെ രണ്ടുപേരും ഇപ്പോൾ പോകുമ്പോൾ സൂക്ഷിച്ചു പോക്കോ, നല്ല മഴയുണ്ട്. ശരി അച്ഛാ. ഏഞ്ചൽ, ഞാൻ പറഞ്ഞതൊന്നും നീ മറക്കരുത്. നീ ഇപ്പോൾ വീട്ടിൽ ചെന്നാലും അമ്മയുടെ ഫോൺ നിന്റെ കയ്യിൽ കിട്ടുമല്ലോ. അത് നിന്റെ ഫോൺ ഉണ്ടല്ലോ, വിളിച്ചോളാം. വിളിക്കാടാ, നിനക്ക് എന്തെങ്കിലും വിശ്വാസമല്ലേ? ഇതിപ്പോ എത്രാമത്തെ തവണ ഈ പറയണത്? കുക്കി, എടാ കുക്കി, നീ എൻ്റെ ഒപ്പം ഒന്ന് വന്നേ. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എടാ, ഇനിയിപ്പോൾ ബെല്ലടിക്കില്ലേ? സാർ ചീത്ത പറയട്ടെ ലേറ്റായിട്ട് ക്ലാസ്സിൽ ചെന്നാ. എടാ പൊന്നു കുക്കി, ഒന്ന് എൻ്റെ കൂടെ വാടാ, അർജൻറ്റാ. ഇന്ന് നമ്മുടെ കെമിസ്ട്രി മിസ്സിൻ്റെ ക്ലാസ് ഉണ്ട്. ആ പെണ്ണുമ്പോൾ നോട്ട് കംപ്ലീറ്റ് ആക്കി മറക്കണേ. എഴുതിയാണെങ്കിൽ അതിനോട്ട് തീർന്നു. ഇനി കുറച്ചും കൂടിയുണ്ട്. ബുക്ക് വാങ്ങണം, പേന വാങ്ങണം. എടാ എൻ്റെ കൂടെ ഒന്ന് വാടാ പ്ലീസ്. എടാ ഇപ്പോൾ വരാമല്ലോ, 5 മിനിറ്റ് സമയമില്ലേ? എടാ മിഠായി വാങ്ങിത്തരാടാ, നിൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം വാങ്ങിത്തരാടാ, ഒന്ന് വാടാ. അല്ലെങ്കിൽ ഏഞ്ചൽ വാ പ്ലീസ്, വേഗം വാടി. ഇപ്പോൾ വരാം, നമുക്ക് ഇപ്പോൾ വരാം, കുറച്ചേ ഉള്ളൂ. വേണ്ട, ഞാൻ വരാം. ഏഞ്ചലൊന്ന് ക്ലാസ്സിലേക്ക് കയറിക്കും, ഞങ്ങൾ വരാം. ഓക്കെ, എന്നാ നിങ്ങൾ പോയിട്ട് വാ. ഓ താങ്ക് യു. വാട വാട, വേഗം വാ. ഏഞ്ചൽ, ആരാ? എൻ്റെ പേര് എങ്ങനെ അറിയാ? അച്ഛനും മോളെ അറിയാണ്ടിരിക്കോ? മോൾക്ക് വിശ്വാസമായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മോള് ഈ അച്ഛനോട് ക്ഷമിക്കണം. മോളെ എത്തിച്ചിട്ട് പോയാൽ സോറി മോള്, സോറി. അച്ഛൻ ഇനി ഒരിക്കലും മോളെ വിട്ടു പോകത്തില്ല. നിന്റെ അമ്മ ഒറ്റൊരുത്തി കാരണം കൊണ്ട് എൻ്റെ മോളെ എന്നിൽ നിന്നാക്കുന്നത്. സോറി അങ്കിൾ, എനിക്ക് നിങ്ങൾ പറയണം കേൾക്കാനൊന്നും താല്പര്യമില്ല. ഇത്രയും നാളും എന്നെ അന്വേഷിച്ച് ഇതുവരെ ആരും വന്നിട്ടില്ല. ഇനി വരെയും വേണ്ട. നീ ഈ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ വരും മോളെ, അല്ലെങ്കിൽ വരുത്തിക്കും. നിന്നെ കൊണ്ട് ഈ അച്ഛന് എന്തൊക്കെ ഉപകാരമുള്ളതാണെന്നറിയോ? ഏഞ്ചൽ, നീ ഇങ്ങനെ ഇരുന്ന് കരയാതെ കാര്യം പറയടി വേണ്ടേ? നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയണത്? ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ വന്നു. ഇന്ന ഒരു സിപ്പ് നിനക്ക്, ഒരു സിപ്പ്. ഇപ്പോൾ വന്നറിയുന്ന ആരാണത്? നീ അച്ഛനെ ഉപദ്രവിച്ചാ? ഏഞ്ചൽ, എന്താ നീ കരയുന്നത്? എന്താ പറ്റിയത്? അത് തന്നെയാണ് ഞാനും ഇത്ര നേരമായിട്ട് അവളോട് ചോദിക്കുന്നത്. അവൾ പറയണ്ടേ? ക്ലാസ്സിൽ വന്നപ്പോൾ തൊട്ട് ഈ കരച്ചിലാണ്. എടാ കുക്കി, ഇനി നമ്മൾ ഇവിടെ സിപ്പപ്പ് വാങ്ങാൻ കൊണ്ടുപോകത്തില്ലാണ് ഈ കിടന്ന കരയണത്. കുറച്ച് നേരം നിനക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ഏഞ്ചൽ, നീ എന്താ കരയുന്ന? കാര്യം പറ. എന്താ ഇവിടെ പ്രശ്നം? ആരാ കരയണത്? എന്താ ഏഞ്ചൽ?
എന്തിനാ കരയണത്? ക്ലാസ്സിൽ വന്നപ്പോൾ തൊട്ട് കാരണം കൊണ്ടിരിക്കണം സാർ. ഞങ്ങളോടൊന്നും പറയുന്നില്ല ഇവളെന്താണെന്ന്. ആ, എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയിരിക്കും. ഏഞ്ചൽ എൻ്റെ ഇപ്പോൾ സ്റ്റാഫ് റൂമിലേക്ക് പോവാം. പിന്നെ അടുത്ത ടീച്ചർ ഇപ്പോൾ വരും കേട്ടോ. ആ ടീച്ചർ ക്ലാസ് എടുക്കും നിങ്ങൾക്ക്. ഇവൾക്ക് എന്നാലും പെട്ടെന്ന് എന്ത് പറ്റിയതാവോ? രാവിലെ ഭയങ്കര സന്തോഷത്തിലാണ് കണ്ടത്, ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ